നമസ്കാരം. കളക്ടർമാരെ കൊണ്ട് നഴ്സുമാരുടെ സമരം പൊളിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം പാളി. എസ്മ പ്രയോഗിക്കില്ലെന്ന് പരസ്യമായി പറയും. കളക്ടർമാരെ കൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് പൊളിക്കാനുള്ള പണി പിന്നണിയിൽ നടത്തും. തൊഴിലാളി വർഗ സർക്കാരിന് ചേർന്നതല്ല, പിന്നിൽ നിന്ന് തൊഴിക്കുന്ന ഈ പ്രവൃത്തി. വിദ്യാർത്ഥികളുടെ നിസ്സഹകരണ സമരം കൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ കളി പൊളിഞ്ഞത്. കാസർഗോഡ് നീക്കത്തിനും കാര്യം കാണാൻ കഴിഞ്ഞില്ല. കണ്ണൂരിലെ സമരമുഖത്തേക്ക് CPI കടന്നു വന്നതും CPMന്റെ മുഖം മോശമാക്കി. നഴ്സുമാരുടെ സമരത്തിന് LDFന്റെ പിന്തുണയെന്ന് സംസ്ഥാന നേതാക്കൾ ചേർന്നെടുത്ത തീരുമാനം വൈക്കം വിശ്വൻ പ്രഖ്യാപിക്കുമ്പോഴാണ് CPIയുടെ കണ്ണൂർ ജില്ലാ നേതൃത്വം കരടായി കിടക്കുന്നത്. CITU ആകട്ടെ സമരം പൊളിക്കാനുള്ള സന്ദേശമാണ് നോട്ടീസ് ഇറക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. നഴ്സുമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇരട്ടത്താപ്പോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. കളക്ടർമാരെ കൊണ്ട് സമരം പൊളിക്കാൻ നടത്തിയ നീക്കം സർക്കാരിനെ സംശയനിഴലിലാക്കിയോ? 2. കണ്ണൂരിലെ സമരമുഖത്ത് CPI നിലയുറപ്പിച്ചത് CPMനെ പ്രതിരോധത്തിലാക്കിയോ? 3. സമരം പൊളിക്കാൻ സന്ദേശം നൽകുന്ന CITUവിന്റെ നിലപാട് നഴ്സുമാരുടെ നേർക്കുള്ള വെല്ലുവിളിയോ? 4. നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകി പിരിഞ്ഞാൽ LDF നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം തീരുമോ? 5. സ്വകാര്യ ആശുപത്രികളുടെ തൊഴിൽ ചൂഷണം നിർത്താൻ സർക്കാരിന്റെ ഇടപെടൽ ശക്തമാകേണ്ടേ? 6. ജീവിക്കാനുള്ള അവകാശത്തിന് കൈനീട്ടി നിൽക്കേണ്ടവരോ ആരോഗ്യ കേരളത്തിന്റെ നേരവകാശികളായ നഴ്സുമാർ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. സമരം പൊളിക്കുന്നത് സർക്കാരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് M. നൌഷാദ് MLA, BJP നേതാവ് VV രാജേഷ്, UNAയുടെ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, INAയുടെ പ്രസിഡന്റ് ലിബിൻ തോമസ്, നഴ്സിംഗ് വിദ്യാർത്ഥി N. സിറോജ്, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി അംഗം മുജീബ് റഹ്മാൻ എന്നിവർ.